ശിവപാർവണ രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ ഭാഗം 8. ബാഗുകളിലെല്ലാം ഭദ്രമായി ഒതുക്കി വെച്ച് വർണ്ണ ശിവയുടെ അടുത്തായി വന്നിരുന്നു. ശിവ വർണ്ണയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ കണ്ടപ്പോൾ അവന് ചിരി വന്നു. എന്തിനാ വർണ്ണ ഈ പരിഭ്രമം നിനക്ക്? ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. കിടക്കാൻ നോക്ക്, രാവിലെ നേരത്തെ എണീക്കണ്ടേ? വർണ്ണ ബെഡിൻ്റെ ചുവര് ഭാഗത്തേക്ക് ചേർന്ന് കിടന്നു. ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയതാളം അവൾക്ക് നല്ലവണ്ണം കേൾക്കാമായിരുന്നു. ശിവ വർണ്ണയുടെ അടുത്തേക്ക് പതിയെ നീങ്ങിക്കിടന്നു. ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തി. വർണ്ണ അപ്പോഴും അതേ കിടപ്പ് തന്നെ. ശിവ പതിയെ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു. വർണ്ണ ശിവയുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ ഈ പരിഭ്രമം? ഇനി മുതൽ എന്ത് സന്തോഷവും സങ്കടവും എല്ലാം എൻ്റെ നെഞ്ചത്തേക്ക് പെയ്തുകൊണ്ട് എൻ്റെ നെഞ്ചിൽ ചേർന്ന് വേണം എൻ്റെ പെണ്ണ് കിടന്നുറങ്ങാൻ. അതും പറഞ്ഞ് ശിവ വർണ്ണയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ശിവയുടെ നെഞ്ചിൽ വർണ്ണ പറ്റിച്ചേർന്ന് കിടന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ നിദ്രയിലേക്ക് വഴുതി വീണു. രാവിലെ പതിവ് പോലെ വർണ്ണയാണ് ആദ്യം ഉണർന്നത്. ഉണരുമ്പോഴും ശിവയുടെ നെഞ്ചോരം പറ്റിച്ചേർന്ന് തന്നെയായിരുന്നു അവളുടെ കിടപ്പ്. എഴുന്നേറ്റ ഉടനെ തന്നെ ഫ്രഷായി വർണ്ണ താഴേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് സേതുവിനോട് ശിവയ്ക്കുള്ള ചായയുമായി അവൾ മുകളിലേക്ക് വന്നു. എന്തോ എല്ലാത്തിനും ഒരു ഉത്സാഹം അവൾക്ക് തോന്നി. ജീവിതത്തിലെ ഒരു പുതിയ തുടക്കം അവിടെ ആരംഭിക്കുകയായിരുന്നു. ചായയുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടു കുളിച്ചിറങ്ങി വരുന്ന ശിവയെ. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒഴുകിയ വെള്ളത്തുള്ളികളോട് പോലും അവൾക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി. അവൾ ശിവയെ തന്നെ നോക്കി കുറേ നേരം അങ്ങനെ നിന്നു. ശിവ അവളുടെ അടുത്തേക്ക് വന്നു. നനഞ്ഞ തലമുടി അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു കൊടുത്തു. വെള്ളത്തുള്ളികൾ വർണ്ണയുടെ മുഖത്തും കവിളുകളിലുമായി പറ്റിപ്പിടിച്ചു. ശിവ വർണ്ണയെ എടുത്ത് അടുത്തുള്ള ടേബിളിന് മുകളിലിരുത്തി. അവരുടെ മുന്നിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ തലയും താഴ്ത്തി അവൾ ഇരുന്നു. വർണ്ണ ശിവയുടെ തോളിൽ നിന്നും ടവലെടുത്തു അവൻ്റെ തലമുടിയിൽ പതിയെ തുവർത്തി കൊടുത്തു. ശിവ അവൻ്റെ കൈകൊണ്ട് അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് നിന്നു. ശിവയുടെ നിശ്വാസം വർണ്ണയുടെ കഴുത്തിലും കവിളുകളിലുമായി പതിച്ചുകൊണ്ടേയിരുന്നു. ഇരുവരുടെയും ശരീരത്തിൽ വല്ലാത്തൊരു കുളിരും തരിപ്പും അനുഭവപ്പെട്ടു. വർണ്ണ വേഗം ശിവയെ തള്ളി മാറ്റി ടേബിളിൽ നിന്നും താഴെ ഇറങ്ങി. ശിവ അവളെ ബലമായി പിടിച്ച് തൻ്റെ മുഖത്തേക്ക് അടുത്ത് ചേർത്ത് നിർത്തി. വർണ്ണയുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ സഹിക്കണമെന്ന്. വർണ്ണയെ ശിവ വീണ്ടും വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ശിവേട്ട, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരത്തെ ഇറങ്ങണ്ടേ? എന്നെ അന്വേഷിച്ചപ്പോൾ പ്രിയ മുകളിലേക്ക് വരും. അപ്പോൾ പ്രിയ മുകളിലേക്ക് വന്നില്ലെങ്കിൽ നിനക്ക് സമ്മതമാണല്ലേ? അതിനൊരു പുഞ്ചിരിയായിരുന്നു വർണ്ണയുടെ മറുപടി. പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ തന്നെ ഡോർ തുറന്ന് പ്രിയ അകത്തേക്ക് കയറി. ആഹാ, ഇവിടെ രണ്ടുപേരും റൊമാൻസും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണോ? ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. അച്ഛനും അമ്മയും നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. വേഗം താഴേക്ക് വന്നേ. അതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ പ്രിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ, ഒരു വെളിവുമില്ല ഈ പെണ്ണിന്. ശിവ കബോർഡിൽ നിന്നൊരു ട്രാക്ക് സൂട്ടും ടീഷർട്ടും എടുത്തണിഞ്ഞ് വർണ്ണയെയും ചേർത്ത് പിടിച്ച് താഴേക്ക് പോയി. സ്റ്റെയർ ഇറങ്ങി ശിവയോടൊപ്പം പുഞ്ചിരിയോടുകൂടി വർണ്ണയെ കണ്ടപ്പോൾ തന്നെ സേതുവിൻ്റെ മനസ്സ് നിറഞ്ഞു. രാജൻ്റെയും മുഖത്ത് ആ സന്തോഷം അലയടിച്ചു. ബാലചന്ദ്രനും സൂര്യയും പ്രിയയും ശിവയെയും വർണ്ണയെയും കണ്ട സന്തോഷം തോന്നുമ്പോൾ സുഭദ്രയുടെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. എത്ര മണിക്കാണ് മക്കളെ ഫ്ലൈറ്റ്? 2 മണിക്ക് അച്ഛാ, നേരത്തെ ഇറങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ പോകാൻ റെഡിയാകും. ഫ്ലൈറ്റിലൊക്കെ കയറി പോവുകയാണ്. എന്തായാലും സുഭദ്രയെ ഞെട്ടിക്കൊണ്ട് സുഭദ്ര ബാക്കി പറയാതെ പകുതിയിൽ നിർത്തി. ബാലചന്ദ്രൻ്റെ അലർച്ച തന്നെയായിരുന്നു അത്. കുട്ടികൾ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് പോകാൻ പോവുകയാണ്. നിൻ്റെ ആ കരുനാക്കടുത്ത് എന്തെങ്കിലും വളയ്ക്കുകയാണെങ്കിൽ ആ നാവ് ഞാൻ ചവിട്ടിപ്പീഴും. അവർ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട. നിങ്ങൾ വേഗം പോകാൻ നോക്ക്. ബാലചന്ദ്രൻ ശിവയുടെയും വർണ്ണയുടെയും നേരെ നോക്കി പറഞ്ഞു. ശിവയും വർണ്ണയും മുകളിലേക്ക് പോയി. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി ബാഗുമായി താഴേക്ക് വന്നു. സേതുവിനോടും രാജനോടും എല്ലാവരോടുമായി യാത്ര പറഞ്ഞിറങ്ങി കാറിനുള്ളിലേക്ക് കയറി. കാർ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. വർണ്ണയുടെയും ശിവയുടെയും ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ശിവയോടൊപ്പം കാറിലിരിക്കുമ്പോൾ എല്ലാം തന്നെ ശിവ വർണ്ണയുടെ കൈകൾ അവൻ്റെ കൈകളിലേക്ക് ഉരുത്തു പിടിച്ചു. ഒരിക്കലും വിട്ടുകളയില്ല എന്ന ഭാവത്തിൽ. എയർപോർട്ടിൽ ചെന്ന് ചെക്കിങ്ങിനായി ഇരുവരും അകത്തേക്ക് കയറി. ആദ്യമായി ഫ്ലൈറ്റിൽ കയറി എല്ലാ പരിഭ്രമവും വർണ്ണയ്ക്കുണ്ടായിരുന്നു. അവൾ ശിവയുടെ കൈവിരൽ കോർത്തു പിടിച്ചു.
അവളുടെ പരിഭ്രമം മനസ്സിലാക്കിയ ശിവ അവളെ ചേർത്ത് പിടിച്ചു. അത് വർണ്ണയ്ക്കൊരാശ്വാസം തന്നെയായിരുന്നു. ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. വിൻഡോ സീറ്റിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മേഘക്കൂട്ടങ്ങൾ കാറ്റത്ത് പാറി പറക്കുന്ന അപ്പൂപ്പന്താടി പോലെ തോന്നി. കുനുകുനെ കാഴ്ചകൾ. അവൾ ചെറുതായി ഒന്ന് മയങ്ങി. ശിവ വർണ്ണയെ തൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചു. ഈ യാത്ര നമ്മുടെ ജീവിതത്തിലെ മറ്റൊരധ്യായമായി മാറട്ടെ വർണ്ണ. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ വർണ്ണ നിനക്ക്? എൻ്റെയും നിൻ്റെയും നിശ്വാസവും എന്നിലെയും നില്ലിനെയും പ്രണയവും ഒന്നാകുന്ന നിമിഷം അന്ന് ഞാൻ നിന്നെ അറിഞ്ഞു തുടങ്ങും വർണ്ണ. എല്ലാ അർത്ഥത്തിലും നീ ഈ ശ്രീശിവയുടെ മാത്രം പാർവണയായി മാറും. അതുവരെ ഞാൻ കാത്തിരിക്കും. എൻ്റെ കാത്തിരിപ്പിന് ദൈർഘ്യം കുറഞ്ഞു വരുന്നു പെണ്ണേ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഞാൻ നിനക്കായി കാത്തിരിക്കും. എയർപോർട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവരെ കാത്ത് ഡ്രൈവർ നിൽപ്പുണ്ടായിരുന്നു. ശിവയെയും വർണ്ണയെയും കണ്ട് അയാൾ ഓടി അടുത്തേക്ക് വന്നു. വരൂ സർ, വരൂ മാഡം. വർണ്ണ കാറിലിരിക്കുമ്പോൾ വാക്കുകളിലൂടെ മാത്രം കണ്ട സിംഗപ്പൂർ നഗരത്തെ നേരിൽ കാണുകയായിരുന്നു. കാർ നേരെ ചെന്ന് നിന്നത് ഒരു ചെറിയ വില്ലയുടെ മുന്നിലാണ്. ശിവ വർണ്ണയെയും കൂട്ടി കാറിൽ നിന്നിറങ്ങി. ഇത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ വാങ്ങിയ വില്ലയാണ്. കയറി താമസിച്ചില്ല. ഇന്നിപ്പോൾ താൻ വരുമ്പോൾ ഇവിടെ താമസിക്കണമെന്ന് തോന്നി. വർണ്ണ ശിവയെ നോക്കി പുഞ്ചിരിച്ചു. ശിവ ഡോർ തുറന്നതും വർണ്ണ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. അവിടെ ഹാളിൽ വർണ്ണയുടെയും ശിവയുടെയും വലിയൊരു ഫോട്ടോ തൂക്കിയിരുന്നു. വർണ്ണ അതിൽ തന്നെ നോക്കി നിന്നു. ശിവയുടെയും വർണ്ണയുടെയും അതിമനോഹരമായ കല്യാണ ഫോട്ടോ. ശിവ വർണ്ണയുടെ അടുത്തേക്ക് വന്നു. താൻ ഞെട്ടണ്ട, ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ തന്നെ. താൻ ഇന്നിവിടെ വരുമ്പോൾ താൻ ഇത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സാർ, അടുക്കളയിൽ എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ. ഡ്രൈവർ പോയതും ശിവ വർണ്ണയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോയി. ഇന്നിനി ഒന്നും ഉണ്ടാക്കേണ്ട, നമുക്ക് പുറത്തു പോയി കഴിക്കാം. തനിക്ക് ക്ഷീണമുണ്ടെങ്കിൽ കുറച്ച് കിടന്നു. എണീറ്റ് ഫ്രഷായി പുറത്തു പോകാം. വർണ്ണ മുറിയിലേക്ക് പോയി ലഗേജൊക്കെ വെച്ച് ബെഡിലേക്ക് വീണു. അവൾക്ക് എന്തോ അത്രയ്ക്കും ക്ഷീണം തോന്നി. ശിവ ഫ്രഷായി കഴിഞ്ഞതും വർണ്ണ ഉറക്കം ഉണർന്നില്ല. ശിവ അടുക്കളയിൽ പോയി 2 കോഫി ഉണ്ടാക്കി റൂമിലേക്ക് വന്നു. ഒരു വശം ചരിഞ്ഞു കിടന്നുറങ്ങുന്ന വർണ്ണയെ കണ്ടപ്പോൾ ശിവയ്ക്ക് വാത്സല്യം തോന്നി. ശിവ കോഫി അടുത്തുള്ള ടേബിളിൽ വെച്ച് വർണ്ണയുടെ അടുത്തേക്ക് കിടന്നു. വർണ്ണ ഒന്ന് ഞരങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. ശിവ അവളുടെ അടഞ്ഞ കൺപീലികളിൽ പതിയെ വിരലോടിച്ചു. നീണ്ട മൂക്കുകളാണ് പെണ്ണിന്. അതിൽ ഭംഗിയുള്ള കുഞ്ഞു മൂക്കുത്തിയും. ശിവ അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയെ ചുംബിച്ചു. വർണ്ണ ഒന്ന് ഞരങ്ങി കണ്ണു തുറന്നു. പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. അവളുടെ മുഖത്തിനടുത്തായി ശിവയുടെ മുഖം. അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് പതിച്ചു. ശിവയുടെ കൈകൾക്കുള്ളിൽ അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ കുറുകിക്കൊണ്ട് ഏറെ നേരം കിടന്നു. വർണ്ണ, നേരം ഒത്തിരിയായി പെണ്ണേ, നമുക്ക് പുറത്തു പോകണ്ടേ? നിനക്ക് വിശക്കുന്നില്ലേ? വർണ്ണ ശിവയിൽ നിന്നും അകന്നു മാറി. ശിവ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പറയൂ വർണ്ണ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അതിനുത്തരം എനിക്കറിയാം. എങ്കിലും നിന്നിൽ നിന്നും എനിക്കത് കേൾക്കണം. വർണ്ണ ശിവയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവനോടുള്ള പ്രണയം ആ കണ്ണുകളിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞു. ശിവയുടെ കാതൂരെ അവൾ പറഞ്ഞു, എൻ്റെ പ്രാണനാണ്, എൻ്റെ എല്ലാമാണ് ശ്രീശിവ. ശ്രീശിവയില്ലെങ്കിൽ പാർവണ അപൂർണയാണ്. അവളുടെ ചുണ്ടുകൾ ശിവയുടെ കവിളിൽ പതിഞ്ഞു. തൻ്റെ പ്രണയത്തിൻ്റെ ആദ്യ ചുംബനം. ശിവ വർണ്ണയെയും കൊണ്ടൊന്നും മറിഞ്ഞു. ഇപ്പോൾ വർണ്ണയ്ക്ക് മുകളിലാണ് ശിവ. വർണ്ണ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു. ശിവ അവളുടെ മുഖം തിരിച്ച് തൻ്റെ നേരെയാക്കി. എന്തിനാ ഈ പരിഭ്രമം? അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു. ശിവ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. സാർ, കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കീ തരാൻ വേണ്ടി വിളിച്ചതാണ്. ശിവ കീ കയ്യിൽ വാങ്ങിച്ചു. സിംഗപ്പൂരിൽ വന്നിട്ട് ആദ്യമായി ബിസിനസ് പ്രോഫിറ്റ് ആയപ്പോൾ വാങ്ങിയ കാറാണ്. അവളെയും കൊണ്ട് പുറത്തു പോകാൻ ഈ കാർ വേണമെന്ന് തോന്നി. ഡോർ ലോക്കാക്കി ശിവ വരുമ്പോൾ വർണ്ണ വാഷ്റൂമിലായിരുന്നു. ശിവ അടുത്ത റൂമിൽ ഫ്രഷാകാൻ പോയി. ശിവ റൂമിലേക്ക് വരുമ്പോൾ വർണ്ണ ബ്ലാക്ക് ഗോൾഡൻ വർക്കുള്ള ഒരു ചുരിദാർ ധരിച്ച് നിൽക്കുന്നു. അവളുടെ വെറുത്ത നിറത്തിന് ആ ചുരിദാർ നല്ല ഭംഗിയായിരുന്നു. ആഹാ, റെഡിയായോ? രണ്ടുപേരും കൂടി വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. കാറിലിരുന്ന് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വർണ്ണ സിംഗപ്പൂർ കാഴ്ചകൾ നോക്കി കണ്ടു. മാനമുട്ട അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കണ്ട് വിടർന്ന കണ്ണുകളിൽ നിറയെ കൗതുകം. ആദ്യമായി പുത്തൻ കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ പോലെ വിടരുന്ന അവളുടെ കണ്ണുകളെ ശിവയ്ക്ക് സന്തോഷം തോന്നി. ആദ്യം തന്നെ ഒരു ജ്വല്ലറിയുടെ മുന്നിലാണ് കാർ നിന്നത്. വർണ്ണ സംശയത്തോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ശിവ ചിരിച്ചുകൊണ്ട് വർണ്ണയ്ക്കായി ഡോർ തുറന്നു കൊടുത്തു. അവളെ തൻ്റെ കൈകളിലാക്കി ജ്വല്ലറിയിലേക്ക് നടന്നു. വളരെ മിതമായി മാത്രം ആഭരണങ്ങളെ വർണ്ണ അണിയാറുണ്ടായിരുന്നുള്ളൂ. അവൾക്കായി കുഞ്ഞ് സ്റ്റഡും ലൈറ്റ് വെയ്റ്റ് ചെയിനും വാങ്ങി കഴിയുമ്പോൾ ആണ് ശിവ അവളുടെ വിരലുകൾ ശ്രദ്ധിച്ചത്. എല്ലാ വിരലിലും കുഞ്ഞിറങ്ങിയിട്ടിട്ടുണ്ട്. അവൾക്ക് റിങ്ങുകളോടുള്ള ക്രേസ് നേരത്തെ അറിയാം.
അതുകൊണ്ട് ശിവ ഡയമണ്ടിൻ്റെ 2 റിങ് കൂടി വാങ്ങി. നോസ് റിങ് കൂടി വേണം. ശിവ അത് പറയുമ്പോൾ വർണ്ണ അവൻ്റെ മുഖത്ത് നോക്കി. പ്രിയ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഡി പെണ്ണെ, എൻ്റെ ശിവേട്ടന് മൂക്ക് കുത്തുന്ന ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മൂക്ക് കുത്താൻ പോകുക. കമ്പനിക്ക് നീയും വേണമെങ്കിൽ വന്നോ. അന്നവളെ കളിയാക്കി. പക്ഷെ പിന്നീട് എപ്പോഴോ അമ്മയോടൊപ്പം ജ്വല്ലറിയിൽ പോയപ്പോൾ മൂക്ക് കുത്തിച്ചു. അന്ന് പ്രിയ പറഞ്ഞതായിരുന്നു മനസ്സിൽ, ഏട്ടന് മൂക്ക് കുത്തുന്നത് ഇഷ്ടമാണെന്ന്. ശിവ വെള്ളക്കൽ കുഞ്ഞു മൂക്കുത്തിയുമായി വർണ്ണയുടെ മുന്നിൽ വന്നു. മറ്റെന്തോ ആലോചനയിലാണെന്ന് കണ്ടാൽ അറിയാം. അവൻ പതിയെ അവളെ ഒന്ന് തട്ടി. ഹലോ, ഇവിടെ ഒന്നും അല്ലേ വലിയ ആലോചന? ഏയ്, അങ്ങനെയൊന്നുമില്ല ശിവേട്ട. തനിക്ക് ഈ മൂക്കുത്തി ഇഷ്ടമായോ? അവൻ ആ മൂക്കുത്തി അവൾക്ക് നേരെ നീട്ടി. വർണ്ണ ആ മൂക്കുത്തി കയ്യിലെടുത്തു. കൊള്ളാം, എനിക്കിഷ്ടമായി. തനിക്കിനി എന്തെങ്കിലും വേണോ? അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. റിങ്ങിൻ്റെ സെക്ഷനിൽ പോയി അവിടെ നിന്നും ഡയമണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു റിങ് സെലക്ട് ചെയ്തു. എന്നിട്ട് ശിവയെ നോക്കി. ശിവ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇതും കൂടി പ്രിയയ്ക്കാണ്, അവൾക്ക്. അപ്പോൾ പിന്നെ പവിക്ക് വാങ്ങണ്ടേ? ശിവ അത് ചോദിച്ചിട്ട് വേഗം ഒരു റിങ് പവിക്കും കൂടി എടുത്തു. ബില്ലെല്ലാം സെറ്റ് ചെയ്തിറങ്ങി. കാറിലിരിക്കുമ്പോൾ വർണ്ണ ശിവയെ തന്നെ നോക്കി. ഡോ, ഞാൻ തൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, എന്നെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കണോ? അവൾ വേഗത്തിൽ നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ ചുണ്ടിൽ വിരിയുന്ന ചിരി ശിവയും കാണുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് ചെറിയ ഷോപ്പിംഗും നടത്തിയാണ് രണ്ടുപേരും തിരികെ എത്തിയത്. രാത്രിയിൽ വർണ്ണ കിടക്കുമ്പോൾ ശിവ എന്തൊക്കെയോ പേപ്പേഴ്സ് റെഡിയാക്കുമായിരുന്നു. നാളെ ഓഫീസിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ശിവ. വർണ്ണ കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. ശിവ വരുമ്പോൾ വർണ്ണ ഉറക്കത്തിലാണ്. ശിവ വർണ്ണയുടെ മുഖത്ത് നോക്കി. മൂക്കുത്തി അവൾക്ക് നന്നായി ചേരുന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് നിദ്രയെ പുൽകി. രാവിലെ വർണ്ണ ഉണരുമ്പോൾ ശിവയുടെ കൈക്കുള്ളിലായിരുന്നു അവൾ. അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾ പതിയെ എഴുന്നേറ്റ് മാറാൻ നോക്കുമ്പോൾ അവൻ ഉണർന്നു. എവിടേക്കായി എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നത്? ശിവ വർണ്ണയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളുടെ മൂക്കിൻ തുമ്പിൽ മൂക്കുകൊണ്ട് ഉരസി. അവൾ ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ഇന്ന് എനിക്ക് അർജൻറ്റ് ബോർഡ് മീറ്റിംഗ് ആണ്. അതുകൊണ്ട് രാവിലെ പൊയ്ക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വിളിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. എൻ്റെ കൂടെ കൂട്ടാമെന്ന് കരുതിയാൽ തന്നെ എനിക്ക് തന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. വർണ്ണ മുഖമുയർത്തി ശിവയെ നോക്കി. ഇവിടെ ഞാൻ നിൽക്കില്ല. ശിവേട്ടൻ്റെ ഒപ്പം ഞാനും വരും. അവിടെ ശിവേട്ട അടുത്തുണ്ടല്ലോ എന്ന സമാധാനം ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്നോളാം. ഇവിടെ പറ്റില്ല. ശിവയ്ക്ക് പിന്നെ മറുത്ത് പറയാൻ തോന്നിയില്ല. എങ്കിൽ വേഗം റെഡിയാകുക. ഒന്നും ഉണ്ടാക്കേണ്ട, പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാം. പിന്നെ വളരെ പെട്ടെന്ന് രണ്ടുപേരും റെഡിയായി ഇറങ്ങി. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് ഓഫീസിലെത്തിയത്. ഓഫീസിലെത്തിയതും സ്റ്റാഫ് എല്ലാവർക്കും വർണ്ണയെ പരിചയപ്പെടുത്തി. വർണ്ണയെ ഗസ്റ്റ് റൂമിലാക്കിയ ശേഷമാണ് ശിവ ബോർഡ് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പോയത്. ആദ്യം കുറച്ചു നേരം വർണ്ണയ്ക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ അവൾക്ക് ബോറടിക്കാൻ തുടങ്ങിയതും അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നു. വർണ്ണയെ കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ അവൾ നോക്കി. വർണ്ണയും നോക്കി കാണുകയായിരുന്നു അവളെ. വെളുത്തു നീളമുള്ള കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഏകദേശം വർണ്ണയുടെ പ്രായം കാണും. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ജീൻസിൻ്റെ ഷോർട്ട്സ്, ഒരു ലൂസ് ടീഷർട്ട്, മുടി പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ട് ചുവന്ന ചുണ്ടുകൾ. ആദ്യ കാഴ്ചയിൽ ആരും ഒന്ന് നോക്കിപ്പോകും. താനാരാ? ഇവിടെ ഗസ്റ്റ് റൂമിലിരിക്കാൻ തന്നോട് ആര് പറഞ്ഞു? വന്ന പെൺകുട്ടിയുടെ ചോദ്യം കേട്ട് വർണ്ണ ഒന്നും മിണ്ടിയില്ല. തനിക്കെന്താ ചെവി കേൾക്കില്ലേ? അപ്പോഴേക്കും പ്യൂൺ ജ്യൂസുമായി അകത്തേക്ക് വന്നു. അയാൾ നേരെ വർണ്ണയുടെ അടുത്തേക്ക് ചെന്ന് ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി. വർണ്ണ കൈനീട്ടി ജ്യൂസ് വാങ്ങി. സാർ വിളിച്ചു പറഞ്ഞു, മാഡത്തിന് എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കണം. ഡോ, താനിതാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? അങ്ങനെ എല്ലാവർക്കും കയറി നിറങ്ങാനുള്ള ഇടമല്ലിത്. മാഡം, ഇത് ശ്രീ ശിവ സാറിൻ്റെ വൈഫാണ്. ആരുടെ? ശിവയുടെയോ? ശിവ മാരീഡാണോ? വർണ്ണയെ തുറച്ചു നോക്കിയാണ് അവളത് ചോദിച്ചത്. തുടരും.